ജാർഖണ്ഡിലെ ഖുന്തി ജില്ലയിലെ വിക്ടോറിയയിലാണ് 35 വയസ്സുള്ള കാർത്തിക് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ജനാർദ്ദനൻ കസാരി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഭൂവുടമയായിരുന്നു. ഏക്കർ കണക്കിന് ഭൂമിയുടെ ഉടമ. കാർത്തികിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളും വിവാഹിതരായ സഹോദരിമാരും ഉണ്ടായിരുന്നു. കാർത്തിക്കും വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എപ്പോഴും പിതാവിനെ കൃഷിയിൽ സഹായിക്കും. ഏക മകനായതുകൊണ്ട് തന്നെ കാർത്തികിനെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും ഈ സർക്കാർ ജോലിക്കൊന്നും പോകരുത് എന്നാണ് അച്ഛൻ നിർബന്ധിച്ചത്. പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി അവരുടെ വാർദ്ധക്യത്തിൽ അവരെ പരിപാലിക്കാൻ ഒരാളുണ്ടെന്ന് ഉറപ്പുവരുത്താനും കാർത്തിക് ഹസാരി അതിന് സമ്മതിച്ചു. ഒടുവിൽ അയാൾക്ക് വിവാഹപ്രായമായപ്പോൾ നിരവധി വിവാഹാലോചനകൾ വന്നു. അതിലൊന്ന് പ്രീതി എന്നൊരു പെൺകുട്ടിയായിരുന്നു. അവളും സുന്ദരിയും നല്ല പെരുമാറ്റവും ഉള്ളവളെന്നാണ് പറയപ്പെട്ടിരുന്നത്. കാർത്തികിനും പിതാവ് കൊണ്ടുവന്ന ഈ ഒരു ബന്ധം ഇഷ്ടമായി. 2011 കാർത്തിക് പ്രീതിയെ വിവാഹം കഴിച്ചു. വർഷങ്ങളും കടന്നുപോയി. കാർത്തികിന്റെ ദാമ്പത്യ ജീവിതം സന്തോഷത്താൽ നിറഞ്ഞതായിരുന്നു. ഭാര്യ പ്രീതിയും 2 പെൺമക്കളുമൊത്ത് അദ്ദേഹം സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു. അദ്ദേഹത്തിന്റെ ജോലിയും നല്ലതായിരുന്നു. ആവശ്യത്തിന് പണവും ഉണ്ട്. കുടുംബവുമായി വളരെ അടുത്ത ബന്ധം തന്നെ പങ്കിട്ടു. ഒരിക്കലും ഒരു സംഘർഷമോ വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ കാർത്തിക് ഹസാരിയുടെ കുടുംബം സിനിമകളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള മാതൃകാ കുടുംബം പോലെ തന്നെയായിരുന്നു. എന്നാൽ 2019 സെപ്റ്റംബർ മാസം 28 രാത്രി അവരെ മൂടിയിരിക്കുന്ന ആ ഇരുട്ട് ചന്ദ്രനില്ലാത്ത രാത്രിയേക്കാൾ ആഴമേറിയതായിരിക്കുമെന്ന് ആ കുടുംബത്തിന് അറിയില്ലായിരുന്നു. 2019 സെപ്റ്റംബർ മാസം 28 രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാകും. കാർത്തിക്കും ഭാര്യയായ പ്രീതിയും റാഞ്ചിയിൽ നിന്നും ഉത്സവത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. റോഡുകൾ വളരെ ശാന്തമായിരുന്നു. വളരെ കുറച്ച് ട്രാഫിക് മാത്രം. അവർ അവരുടെ വെള്ള നിറത്തിലുള്ള വാഗനർ കാറിലായിരുന്നു പോയിരുന്നത്. കാർത്തിക് വണ്ടി ഓടിക്കുകയായിരുന്നു. പ്രീതി അവന്റെ അരികിൽ ഇരിക്കുകയും ചെയ്തു. വിക്ടോറിയയിലെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷകരമായി രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നു. കാറും വളരെ ശാന്തമായ ഒരു വിജന പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ വന്ന 2 യുവാക്കൾ അവരെ മറികടന്ന് പെട്ടെന്ന് കാറിന് മുൻപിൽ നിർത്തി. കാർത്തിക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ഈ സമയം അവർക്ക് മുൻപിൽ ഒരു വെളുത്ത സ്കോർപിയോ പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് കാർത്തികിന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ബൈക്കിലുണ്ടായിരുന്ന 2 പേർ കാർത്തികിനെ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് കാറിനടുത്തേക്ക് വന്നു. ആ നിമിഷം സ്കോർപിയോയിൽ നിന്നുള്ള 2 പേർ പുറത്തേക്കിറങ്ങി. അവരിൽ ഒരാളുടെ കയ്യിൽ ഇരുമ്പ് വടിയുണ്ടായിരുന്നു. കാർത്തികിന് ഇപ്പോൾ പെട്ടെന്ന് അപകടം മനസ്സിലായി. സഹായിക്കാൻ ആരുമില്ല. രാത്രി ഭയാനകമായ നിശബ്ദത. ഈ മോട്ടോർ സൈക്കിളിൽ ഉണ്ടായിരുന്നവർ അവനെ കാറിൽ നിന്നും ഇറങ്ങാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്ത കാർത്തിക് ഒടുവിൽ പുറത്തേക്കിറങ്ങി. എന്നാൽ അയാൾ ഇറങ്ങിയ ഉടൻ തന്നെ ആ 4 പേരും അവനെ ആക്രമിച്ചു. ക്രൂരമായി അടിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് കാർത്തികിന്റെ തലയ്ക്ക് പിന്നിൽ അടിച്ചു. അത് വളരെ ശക്തമായിരുന്നു. അത് അയാളുടെ തലയോട്ടിയെ തന്നെ പൊട്ടിച്ചു. വേദനയോടുകൂടി കാർത്തിക് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചുകൊണ്ട് തന്നെ അയാൾ താഴേക്ക് വീണു. രക്തം വളരെ വേഗത്തിൽ ഒഴുകി ചുറ്റും പടരാൻ തുടങ്ങി. കാറിനുള്ളിൽ പ്രീതി ഭയന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവ് തന്റെ കൺമുൻപിൽ തന്നെ അന്ത്യശ്വാസം വലിക്കുന്നു. ഈ കാർത്തിക് മരിച്ചുവെന്ന് ആക്രമികൾ മനസ്സിലാക്കിയ ഉടൻ തന്നെ അവർ പെട്ടെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ പോയതിനു ശേഷം പ്രീതി കരഞ്ഞുകൊണ്ട് കാറിൽ നിന്നും വളരെ വേഗത്തിൽ ഇറങ്ങി. കാർത്തികിന്റെ അടുത്തേക്ക് എത്തി അവനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അനങ്ങുന്നില്ല. യാതൊരു ശബ്ദവുമില്ല. വേദനയോടെ അവൾ മനസ്സിലാക്കി കാർത്തിക് പോയി എന്ന്. പ്രീതി ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. നിരാശയുടെ ആ നിമിഷത്തിൽ അവൾ പെട്ടെന്ന് തന്റെ അനന്തരവൻ ശങ്കറിനെ വിളിച്ചു. സഹായത്തിനായി അവനെ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു. അമ്മായിയുടെ ഈ ശബ്ദത്തിലെ പരിഭ്രാന്തി കേട്ട ശങ്കർ ഭയന്നു. പെട്ടെന്ന് പ്രീതിയെ സമാധാനിപ്പിച്ചിട്ട് താൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത ശേഷം അയാൾ സംഭവ സ്ഥലത്തേക്ക് ഓടി. ആ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് പ്രീതി തന്റെ അമ്മായിയപ്പൻ ജനാർദ്ദനൻ ഖസാരിയോടും സഹോദരിയുടെ ഭർത്താവായ രഞ്ജിത്തിനോടും വിവരം പറഞ്ഞു. കാർത്തിക്കിന് എതിരായ ഈ ആക്രമണ വാർത്ത പടർന്നയുടൻ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും സംഭവ സ്ഥലത്തേക്ക് ഓടി. ശങ്കർ അവിടെ എത്തിയപ്പോൾ കാർത്തിക്കിന്റെ തലയിൽ നിന്നും രക്തസ്രാവം അതിവേഗത്തിൽ വരുന്നുണ്ട്. അത് തടയാനായി അദ്ദേഹം ഒരു ടവൽ എടുത്ത് കാർത്തിക്കിന്റെ തലയിൽ മുറുകെ പിടിച്ചു. ചുറ്റുമുള്ളവരുടെ സഹായത്തോടു കൂടി അവർ കാർത്തിക്കിനെ ഒരു കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ പോയി. എന്നാൽ അവരെത്തിയപ്പോഴേക്കും കാർത്തിക് ഇതിനകം മരിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു. ആ പ്രദേശം കാങ്ക് പോലീസ് സ്റ്റേഷന്റെ അധികാരത്തിലാണ് വരുന്നത്. പോലീസിന് ഉടൻ തന്നെ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും സംഘവും ഉടൻ ആശുപത്രിയിലും എത്തി. വാർത്ത പരന്നതോടുകൂടി കാർത്തികിന്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒരു വലിയ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. കാർത്തിക് വെറും ഒരു റേഷൻ വ്യാപാരി മാത്രമായിരുന്നില്ല. അയാൾ ആ സമൂഹത്തിൽ വളരെ ആദരണീയനായ സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു. കാർത്തികിന്റെ കുടുംബം ഇതിനകം തന്നെ ഹൃദയം തകർന്നിരുന്നു.
മകന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ നിയമത്തോട് സഹകരിക്കുകയും പോലീസിനെ സഹായിക്കുകയും ചെയ്താൽ കുറ്റവാളികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് SP കാർത്തികിന്റെ കുടുംബത്തെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പോലീസിന്റെ അന്വേഷണത്തെ സ്വന്തം രീതിയിൽ നടത്താൻ അനുവദിക്കണമെന്നും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ആ കുടുംബം അല്പം ശാന്തരായി. തുടർന്ന് പോലീസ് കാർത്തികിന്റെ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പിന്നീട് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം പോയി അവർ അന്വേഷിക്കാൻ തുടങ്ങി. വലിയൊരു പ്രദേശത്ത് രക്തക്കറ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതായി കണ്ടു. തെളിവായി ആ രക്തം പുരണ്ട മണ്ണിന്റെ സാമ്പിൾ അവർ കളക്ട് ചെയ്തു. എന്നാൽ മറ്റ് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ല. അന്ന് രാത്രി ജനാർദ്ദൻ കസാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംശയത്തിന്റെ പേരിൽ ഒരു 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു 5 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിനിടെ കാർത്തികിന്റെ ഭാര്യയായ പ്രീതിയെയും പോലീസ് ചോദ്യം ചെയ്തു. വളരെ കണ്ണീരോടുകൂടി തന്നെ അവൾ മറുപടി പറഞ്ഞു. 4-5 പേർ വന്നു. അവരുടെ കയ്യിൽ വടികളും ഇരുമ്പ് ദണ്ടുകളും ഉണ്ടായിരുന്നു. കാർത്തികിനെ ക്രൂരമായി ആക്രമിച്ചു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. മർദ്ദനം അത്ര ക്രൂരമായിരുന്നു. കാർത്തികിന് അപ്പോൾ തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം ഈ വന്നവർ മോട്ടോർ സൈക്കിളിൽ കയറി രക്ഷപ്പെട്ടുവെന്നും അവൾ പറഞ്ഞു. അവർ മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ അവരുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്നും പ്രീതി പറഞ്ഞു. അടുത്ത ദിവസം സെപ്റ്റംബർ മാസം 30 കാർത്തികിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കനത്ത രക്തസ്രാവം മൂലമാണ് കാർത്തിക്കിന് മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും സംഭവം നടന്ന 3 ദിവസത്തിന് ശേഷം പോലും പോലീസിന് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ല. കേസ് പരിഹരിക്കുന്നതിനായി കൂടുതൽ അന്വേഷണത്തിനായി SP അനിൽ ഗുപ്ത DSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ സംഘം സമഗ്രമായ ഒരു പുനരന്വേഷണം ആരംഭിക്കുകയും കുറ്റകൃത്യം നടന്ന സ്ഥലം വീണ്ടും സന്ദർശിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സംഭവ ദിവസം രാത്രി കാർത്തികും ഭാര്യയും റാഞ്ചിയിൽ നിന്ന് ഉത്സവത്തിനായി ഷോപ്പിംഗ് നടത്തിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. കുറ്റകൃത്യം നടന്നത് ഈ സമയത്താണ്. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം അത് വ്യക്തമല്ല. കവർച്ചയായിരുന്നു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ കാർത്തികിന്റെ ഭാര്യ പ്രീതിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കണമായിരുന്നു. എന്നാൽ അങ്ങനെയും ഇവിടെ സംഭവിച്ചിട്ടില്ല. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയ മറ്റൊരു കാര്യം 4-5 പേർ വടിയും ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ച് കാർത്തികിനെ ആക്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രീതി ഇവരെ തടയാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ്. ഭർത്താവ് ആക്രമിക്കപ്പെടുന്നത് കാറിൽ അവൾ നോക്കി വെറുതെ ഇരുന്നു. കാറിൽ നിന്നും ഇറങ്ങാൻ പ്രീതിക്ക് ഭയമായിരുന്നുവെന്നുണ്ടെങ്കിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ സഹായത്തിനായി അവൾക്ക് ആരെങ്കിലും വിളിക്കാമായിരുന്നു. അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. പകരം ആക്രമികൾ ഓടിപ്പോയതിനു ശേഷം അവൾ തൻ്റെ അനന്തരവനെ വിളിച്ചു. മൂന്നാമത് വീണ്ടും സംശയമുളവാക്കുന്ന ഒരു കാര്യം പ്രീതിയുടെ വ്യക്തമല്ലാത്ത പ്രസ്താവനയായിരുന്നു. അക്രമികൾ ഈ കുറ്റകൃത്യം ചെയ്ത ശേഷം 2 മോട്ടോർ സൈക്കിളുകളിൽ പൂത്തോരിയ ചോക്കിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രീതി പറഞ്ഞ ആ സമയത്ത് ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ആ സമയം ഇങ്ങനെയുള്ള ബൈക്ക് യാത്രക്കാർ ആരും അതുവഴി പോയിട്ടില്ല എന്നുള്ളത് കണ്ടെത്തി. അപ്പോൾ പ്രീതി കള്ളം പറയുകയാണോ എന്ന സംശയം അവിടെ ഉയർത്തി. ഇതെല്ലാം വെച്ചുകൊണ്ട് കൊലപാതകത്തിൽ അവൾക്കും പങ്കുണ്ടോ എന്ന കാര്യം പോലീസിനെ കൊണ്ട് പരിഗണിക്കേണ്ടി വന്നു. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനായി ഈ കാർത്തികിന്റെയും പ്രീതിയുടെയും കോൾ ഹിസ്റ്ററി പരിശോധിക്കാൻ തീരുമാനിച്ചു. കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ആക്രമണ സമയത്ത് പ്രീതിയുടെ ഫോൺ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെയാണ്. അവൾ കാർത്തികിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ സംഭവത്തിന് തൊട്ടു മുൻപ് പ്രീതി ഒരേ നമ്പറിലേക്ക് നിരവധി കോളുകൾ ചെയ്തിരുന്നു എന്നതാണ്. പോലീസ് അവളുടെ കോൾ രേഖകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് ഈ സംഭവത്തിന് തൊട്ടു മുൻപ് അവൾ ആവർത്തിച്ച് വിളിച്ച നമ്പർ കണ്ടെത്തി. ആ നമ്പർ കുന്തിജിയിൽ താമസിച്ചിരുന്ന അങ്കിത് ഖസാരി എന്നൊരു വ്യക്തിയുടേതായിരുന്നു. പോലീസ് പെട്ടെന്ന് അങ്കിതിന്റെ വീട് റെയ്ഡ് ചെയ്തു. എന്നാൽ അവനെ ആ വീട്ടിൽ കണ്ടെത്താനായില്ല. അവന്റെ കുടുംബത്തോട് ചോദിച്ചപ്പോൾ അങ്കിത് ഏകദേശം 15 ദിവസത്തിന് മുൻപ് പോയി എന്നും അവൻ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അങ്കിതിന്റെ പെട്ടെന്നുള്ള ഈ ഒരു തിരോധാനം അയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് വീണ്ടും ഉറപ്പ് നൽകി. അവരുടെ ഈ ന്യായവാദവും ലളിതമായിരുന്നു. അവൻ നിരപരാധിയാണെങ്കിൽ സംഭവത്തിന് തൊട്ട് പിന്നാലെ അയാൾ എന്തിനോടിപ്പോകണം? ഇപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും പ്രീതിയിലായിരുന്നു. കഠിനമായ ചോദ്യങ്ങൾ കൊണ്ട് അവളെ സമ്മർദ്ദത്തിലാക്കിയാൽ കാർത്തികിന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യം പുറത്തുവരും എന്ന് പോലീസ് വിശ്വസിച്ചു. ദാരുണമായ ഒരു സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞ് പോലീസിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ സമയം 2019 ഒക്ടോബർ മാസം 10 കുന്തി ജില്ലയിലെ വിക്ടോറിയയിൽ വെച്ച് തന്നെ അവർ പ്രീതി അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യൽ ആരംഭിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ആദ്യം താൻ നിരപരാധിയാണെന്നും കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രീതി ഈ കൊലപാതകത്തിലുള്ള തന്റെ പങ്ക് നിഷേധിച്ചു.
എന്നാൽ അങ്കിതിനെ കുറിച്ചുള്ള വിവരങ്ങളും കോൾ രേഖകളും ഉപയോഗിച്ച് പോലീസ് അവളെ വീണ്ടും നേരിട്ടപ്പോൾ പ്രീതി പരിഭ്രാന്തയാകാൻ തുടങ്ങി. തന്റെ നുണകൾ ചുരുളഴിയുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ കുറ്റസമ്മതം നടത്താൻ തുടങ്ങി. അടുത്തവൾ നടത്തിയ കുറ്റസമ്മതം തീർച്ചയായും നിങ്ങളെ നിശബ്ദരാക്കും. ഒരു സ്പൈൻ ചില്ലിംഗ് ആയ ബാക്ക് സ്റ്റോറി ആയിരുന്നു അവൾ പറഞ്ഞത്. കൂടുതൽ ആഴത്തിൽ കേസ് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. വിവാഹശേഷം തന്റെ ഭർത്തൃവീട്ടിലെത്തിയ പ്രീതി സന്തുഷ്ടവതിയല്ലായിരുന്നു. ഭർത്താവായ കാർത്തിക് ഒരു സമ്പന്ന കുടുംബത്തിലുള്ളയാളാണെങ്കിലും അയാൾ വളരെ ലളിതമായി കാണപ്പെട്ടിരുന്നു. പ്രീതിയുടെ കണ്ണുകളിൽ കാർത്തിക് ഒരു സുന്ദരനെ ആയിരുന്നില്ല. എന്നിരുന്നാലും അവളുടെ വികാരങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൾ ജീവിച്ചു. കാർത്തിക്കും കുടുംബവും പ്രീതിയോട് വളരെ ബഹുമാനത്തോടുകൂടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ തുടങ്ങി. വീട്ടിലെ ഏക മരുമകളായിരുന്നു പ്രീതി. അവളെ സന്തോഷിപ്പിക്കാൻ കാർത്തിക് എല്ലാ ശ്രമങ്ങളും നടത്തി. കാലം കടന്നുപോയപ്പോൾ പ്രീതി 2 സുന്ദരികളായ പെൺമക്കളുടെ അമ്മയായി, നിഷ, പാരി എന്നിവരുടെ. എന്നിരുന്നാലും പ്രീതിയുടെ ഹൃദയം അപ്പോഴും തന്റെ കാമുകനായ അങ്കിത് ഖസാരിയെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരുന്നു. പ്രീതിയും അങ്കിതും കുട്ടിക്കാലം മുതലേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ സ്കൂൾ സഹപാഠികളുമായിരുന്നു. പ്രീതി എപ്പോഴെങ്കിലും സ്കൂൾ ഒഴിവാക്കിയാൽ അപ്പോഴെല്ലാം അങ്കിതും തന്റെ ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. കാലക്രമേണ ഇവരുടെ ഈ അടുത്ത സൗഹൃദം പ്രണയമായി വളർന്നു. പരസ്പരം വിവാഹം കഴിക്കാൻ ഇവർ ഇരുവരും സ്വപ്നം കണ്ടു. എന്നിരുന്നാലും രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ താമസിച്ചിരുന്നതിനാൽ വിവാഹം കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 2 കുടുംബത്തിനും ഇവരുടെ ബന്ധത്തെക്കുറിച്ചും അറിയാമായിരുന്നു. അതിനാൽ പ്രീതിയുടെ കുടുംബം ആദ്യം അവളെ വിവാഹം കഴിപ്പിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ കാർത്തികുമായുള്ള വിവാഹം കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പ്രീതിയുടെ ഈ ഒരു പ്രണയം രഹസ്യമായി തുടർന്നു. കാർത്തിക് ജോലിയിലായിരിക്കുമ്പോഴെല്ലാം പ്രീതി അങ്കിതുമായി മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുമായിരുന്നു. അവരുടെ ഈ രഹസ്യ പ്രണയം വർഷങ്ങളോളം നീണ്ടുനിന്നു. ഒരു ദിവസം അങ്കിത് പ്രീതിയെ അവളുടെ അമ്മായിയമ്മയുടെ വീട്ടിൽ വന്ന് സന്ദർശിച്ചു. അവൾ അവനെ തന്റെ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തി. അതിനുശേഷം അങ്കിത് പതിവായി ആ വീട്ടിലേക്ക് വന്ന് അവളെ സന്ദർശിക്കാൻ തുടങ്ങി. കാർത്തിക് ജോലിക്ക് പോകുമ്പോഴെല്ലാം പ്രീതി തന്റെ അമ്മായിയമ്മയുടെ വിശ്വസ്തത സ്വഭാവം മുതലെടുത്ത് അങ്കിതിനെ ക്ഷണിക്കുമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പ്രീതിയുടെ അമ്മായിയപ്പന് ഈ അങ്കിതിന്റെ പതിവ് സന്ദർശനത്തിൽ എന്തോ ഒരു സംശയം തോന്നി തുടങ്ങി. ഒടുവിൽ എന്തിനാണ് അങ്കിത് ഇങ്ങനെ നിരന്തരം വരുന്നത് എന്നും ഇത് ഒഴിവാക്കണമെന്നും കാർത്തിക് തന്നെ പ്രീതിയോട് പറഞ്ഞു. ഇപ്പോ കാർത്തിക് എന്തോ സംശയിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പ്രീതി പെട്ടെന്ന് അങ്കിതിനെ വിളിച്ചു. ഇനി അനുവാദം നൽകുന്നത് വരെ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞു. ഇതിൽ അങ്കിതിന് അല്പം ദുഃഖം തോന്നി. പക്ഷെ അവൻ പ്രീതിയെ കാണുന്നത് നിർത്തിയില്ല. ഈ അങ്കിത് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. അയാൾക്ക് ഒരു കാറും ജോലിക്കാരും ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു. പണം ആവശ്യത്തിലധികം. അവന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദിവസം മുഴുവനും സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിച്ച് ജീവിതം ആസ്വദിച്ചു. ഇഷ്ടമുള്ള കാര്യങ്ങൾക്കെല്ലാം പണം അങ്ങനെ ചിലവഴിച്ചു. അങ്കിതിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരു വക്കീലായ വിശാൽ പാണ്ഡെ, ഡ്രൈവറും കൂട്ടാളിയുമായ ദീപക്, ഉജ്വൽ ഖസാരി എന്നിവരെല്ലാം ഉൾപ്പെട്ടു. ഇവർക്കെല്ലാം അങ്കിതിന്റെയും പ്രീതിയുടെയും ഈ രഹസ്യ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പ്രീതി അങ്കിതിനോട് ഇനി ഭർത്തൃവീട്ടിൽ വന്ന് തന്നെ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി. മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ അലയടിച്ചു. കാർത്തികിനെ തന്റെ ജീവിതത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇവന്റെ ഈ ചിന്തകൾ സുഹൃത്തുക്കളോടും പറഞ്ഞു. എന്നാൽ അത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കരുത് എന്ന് സുഹൃത്തുക്കൾ ശക്തമായി ഉപദേശിച്ചു. ഈ സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മറ്റേതെങ്കിലും മാർഗം തേടാമെന്ന് പറഞ്ഞു. 2019 സെപ്റ്റംബർ മാസം 2ാമത്തെ ആഴ്ച കാർത്തിക്, ഭാര്യയായ പ്രീതി ഇവർ ബന്ധുവിന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പങ്കെടുത്തു. നഗരത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ പഴയ സുഹൃത്തുക്കളുമായും മറ്റ് അതിഥികളുമായും സംസാരിക്കാൻ കാർത്തിക് പ്രീതിയെ വിട്ടു. പക്ഷെ പ്രീതി ആ പാർട്ടിക്ക് പങ്കെടുക്കും എന്നറിഞ്ഞ അങ്കിത് ആ പാർട്ടിക്ക് വന്നിരുന്നു. നേരിട്ട് പ്രീതിയെ കണ്ടു. രണ്ടുപേരും വികാരഭരിതരായി പരസ്പരം കണ്ടു. രണ്ടുപേരും വളരെ രഹസ്യമായി ദമ്പതികളെ പോലെ കൈകോർത്ത് നിന്നു. ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി കാർത്തിക് ആ ഒരു രംഗം കണ്ടത്. വല്ലാത്ത ദേഷ്യം അവന് പൊട്ടിപ്പുറപ്പെട്ടു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് പ്രീതിയെയും അങ്കിതിനെയും ഒരുപാട് ശകാരിക്കാൻ തുടങ്ങി. കാർത്തികിന്റെ പരുഷമായ വാക്കുകൾ പ്രീതിയെയും അങ്കിതിനെയും വല്ലാതെ വേദനിപ്പിച്ചു. രണ്ടുപേരും ലജ്ജയാൽ തല താഴ്ത്തി നിന്നു. ഈ അപമാനമെല്ലാം നിശബ്ദമായി ഏറ്റുവാങ്ങിയ അങ്കിത് ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യണമെന്ന് പ്രതിജ്ഞയെടുത്തു. പാർട്ടിക്ക് ശേഷം കാർത്തിക് പ്രീതിയുമായി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ കാറിനുള്ളിൽ കയറിയപ്പോൾ തന്നെ വീണ്ടും അവൻ അവളെ ശകാരിക്കാൻ തുടങ്ങി. ദേഷ്യത്തിൽ അയാൾ അവൾക്കൊരു മുന്നറിയിപ്പും നൽകി.
ഇനി എപ്പോഴെങ്കിലും അവനോട് സംസാരിക്കുകയോ കണ്ടുമുട്ടുകയോ ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കാൻ അങ്കിതിനെ ഇല്ലാതാക്കുമെന്ന് പോലും അയാൾ ഭീഷണിപ്പെടുത്തി. കാർത്തികിന്റെ ഈ പരുഷമായ വാക്കുകൾ കേട്ട് പ്രീതി പെട്ടെന്ന് അങ്കിതിനെ വിളിച്ച് എല്ലാം പറഞ്ഞു. കാർത്തികിനെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ ഇതാണ് പറ്റിയ വഴിയെന്നും പറഞ്ഞു. അവളുടെ സമ്മതത്തോടുകൂടി അങ്കിതും കൂട്ടുകാരും കാർത്തികിനെ ഒഴിവാക്കാനുള്ള പദ്ധതികളിട്ടു. 2019 സെപ്റ്റംബർ മാസം 28-ന് ഈ ഒരു പദ്ധതി നിശ്ചയിച്ചു. വരാനിരിക്കുന്ന ഉത്സവത്തിനായി ഷോപ്പിങ്ങിന് റാഞ്ചിയിലേക്ക് പോകണമെന്ന് പ്രീതി കാർത്തികിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ ഷോപ്പിങ്ങിന് ശേഷം കാർത്തിക് പ്രീതി രാത്രി 8 മണിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതേസമയം പ്രീതി രഹസ്യമായി അങ്കിതിനെ വിളിച്ച് 2 മണിക്കൂറിനുള്ളിൽ കോണ്ടിയിലെത്തുമെന്നും പറഞ്ഞു. അവന്റെ സുഹൃത്തുക്കൾ അവനെ സഹായിക്കാൻ തയ്യാറായി. കാറിൽ വടികളും ഇരുമ്പ് ദണ്ടുകളും എല്ലാം അവർ ഒളിപ്പിച്ചു വെച്ചു. അവന്റെ സുഹൃത്തുക്കളായ ദീപക്, മങ്കേഷ് ഇവർ ഒരു ബൈക്കിൽ അങ്കിത് ഒരുക്കിയ സ്ഥലത്തേക്ക് വന്നു. അങ്കിതും വിശാൽ പാണ്ഡെയും അവരുടെ സ്കോർപിയോ പാർക്ക് ചെയ്ത് കാർത്തിക്കും പ്രീതിയും എത്തുന്നതുവരെ കാത്തിരുന്നു. രാത്രി ഒരു 10 മണിയോടെ കാർത്തിക്കിന്റെ കാർ ആ ഒറ്റപ്പെട്ട സ്ഥലത്തെത്തി. ദീപക്, മങ്കേഷ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്കിതിന്റെ സിഗ്നൽ ലഭിച്ച ഉടൻ തന്നെ ഇവ രണ്ടുപേരും വളരെ വേഗത്തിൽ മുന്നിലേക്ക് പോയി കാർത്തികിനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി. ഉടൻ തന്നെ അങ്കിത്, വിശാൽ പാണ്ഡെ എത്തുകയും ചെയ്തു. രണ്ടുപേരും കാറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വടികളും ഇരുമ്പ് ദണ്ടും എടുത്തുകൊണ്ട് കാറിൽ നിന്നും കാർത്തികിനെ ബലമായി പുറത്തേക്കിറക്കി. കാർത്തിക് പുറത്തിറങ്ങിയ ഉടനെ വിശാൽ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് ശക്തമായി കാർത്തികിനെ അടിച്ചു. കാർത്തിക് കുഴഞ്ഞു വീണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കാറിനുള്ളിൽ പ്രീതി എല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. കാർത്തിക് ഈ ലോകം വിട്ടു തന്നെ പോയി. അവൾക്ക് വല്ലാത്ത സന്തോഷം. ഇനി അങ്കിതിനോടൊപ്പം കഴിയുന്നതിൽ നിന്നും തന്നെ ആർക്കും തടയാൻ കഴിയില്ല. ഈ സത്യങ്ങളെല്ലാം കേട്ടപ്പോൾ കാർത്തികിന്റെ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു. കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം പ്രീതി കാർത്തികിനെ വിവാഹം കഴിച്ചു. അവൾ ഒരിക്കലും സന്തോഷവതിയായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് പകരം വളരെ മെച്ചപ്പെട്ടൊരു തീരുമാനം അവൾക്ക് എടുക്കാമായിരുന്നു. പകരം ഇരുണ്ട വഴി സ്വീകരിച്ചു. അവരുടെ ഏക മകൻ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കുമെന്നവർ പ്രതീക്ഷിച്ചിരുന്ന അവരുടെ ഏക മകനെ നഷ്ടപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം പോലീസ് പ്രീതി അറസ്റ്റ് ചെയ്തു. 2019 ഡിസംബർ മാസം 10-ന് വിശാൽ പാണ്ഡെയും പിടികൂടി. എന്നാൽ അങ്കിത് മറ്റുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് 2020 മാർച്ച് മാസത്തിൽ ദീപക്, ഉജ്വൽ കസേരി, മങ്കേഷ് എന്നിവരെല്ലാം അറസ്റ്റ് ചെയ്തു. ഒടുവിൽ 2020 ഏപ്രിൽ മാസത്തിൽ അങ്കിത് കസാരിയെയും പിടികൂടി. ഈ കൊലപാതകത്തിലുള്ള തങ്ങളുടെ പങ്ക് എല്ലാവരും സമ്മതിച്ചു. അങ്കിതിന്റെ സഹായത്തോടു കൂടി ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വടികളും ദണ്ടുകളും എല്ലാം പോലീസ് കണ്ടെടുത്തു. പ്രീതിയുടെ ഈ സൗന്ദര്യമുള്ള മുഖത്തിന് പിന്നിൽ ക്രൂരമായൊരു ഹൃദയമുണ്ടായിരുന്നു. അവൾ ആഴത്തിലുള്ള ഒരു ബന്ധത്തെയാണ് തകർത്തത്. സ്വന്തം മക്കളെ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളാക്കി മാറ്റി. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ പ്രിയയ്ക്ക് മറ്റു വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു. ഭർത്താവിനോട് സംസാരിച്ച് തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നും തന്റെ കാമുകനോടൊപ്പം ജീവിക്കണമെന്നും അവൾക്ക് പറയാമായിരുന്നു. രണ്ടുപേരും മ്യൂച്വലായി തീരുമാനിച്ച് ഒരു വിവാഹമോചനം നേടാമായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ആരോടും പറയാതെ ഒളിച്ചോടാമായിരുന്നു. ഇത്രയേറെ വഴികൾ ഉണ്ടായിരുന്നു. എന്നാൽ പകരം ഇത്രയും ക്രൂരമായൊരു വഴിയിലൂടെ അവൾ പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഈ ഒരു തീരുമാനത്തിലൂടെ നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി. എല്ലാവർക്കും ഒരു തടസ്സവുമില്ലാതെ സുഖമായി ജീവിക്കാം എന്ന് കരുതി ഇത്ര വലിയ പദ്ധതിയിട്ട പ്രീതിയും അങ്കിതും ഇപ്പോൾ ജയിലിലാണ്. പ്രീതിക്കും കാർത്തികിനും ജനിച്ച ആ 2 പെൺമക്കൾ അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥരായി നിൽക്കുകയാണ്. വാർദ്ധക്യത്തിൽ തങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ച ഏക മകനെയും നഷ്ടപ്പെട്ടുകൊണ്ട് വൃദ്ധ ദമ്പതികൾ ഹൃദയം തകർന്ന് കരയുകയാണ്. ആ കുടുംബത്തിനും സമൂഹത്തിനും നല്ലൊരു മനുഷ്യന് നഷ്ടമായി. അതിനാൽ ഇത്തരം ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് 1000 തവണ ചിന്തിക്കുക. ഏതൊരു കാര്യത്തിനും ക്രൈം ഒരിക്കലും ഒരു പരിഹാരമേ ആയിരിക്കില്ല. അത് കാരണം നഷ്ടങ്ങൾ മാത്രമാണ് എല്ലാവർക്കും സംഭവിക്കുക. അതും ഇങ്ങനെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം തീർച്ചയായും ഒരു ക്രൈമിൽ ചെന്നായിരിക്കും അവസാനിക്കുക. ഇതുപോലെ എത്ര കേസുകളാണ് നമ്മൾ തന്നെ കണ്ടത്. അതുകൊണ്ട് ആദ്യം ഇങ്ങനെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക, തീർച്ചയായും ഇതൊരു ക്രൈമിൽ അവസാനിക്കും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന്. മാക്സിമം ഒരു വിവാഹ ബന്ധത്തിനിടയിൽ മറ്റു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാതിരിക്കാനായി എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.